ബി.ജെ.പി വിസസ് ബി.ജെ.പി. ബി.ജെ.പിക്കുള്ളിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം മാളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തുടനീളം നരേന്ദ്രമോദിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. നിലവിൽ കോടതി ഇതിന് സ്റ്റേ കൊടുത്തെങ്കിലും ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഇതുപോലെ സ്റ്റേ ചെയ്തതും നിർത്തിവെച്ചതുമായിട്ടുള്ള പദ്ധതികളും ബില്ലുകളും പൂർവാധിക ശക്തിയോടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതും തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ ഒരു കേസിൽ പല ആളുകളും പല രീതിയിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നു. കുറെ ആളുകൾ ജനറൽ കാറ്റഗറിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, കുറെ ആളുകൾ SC, ST, OBCക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് നരേന്ദ്രമോദി ST, SC, OBCക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, യോഗി ആദിത്യനാഥ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്ക് ശേഷം ബി.ജെ.പി ഭരിക്കാൻ പോകുന്നത് ആരാണെന്നാണ്. നമുക്കറിയാം, ജനപിന്തുണയില്ലാതെ തന്നെ ബി.ജെ.പി ഇവിടെ വോട്ട് മേടിച്ച് ഭരണം പിടിച്ചെടുക്കുന്നു. ഇതുവരെ ഇന്ത്യ ഒട്ടാകെ കേരളത്തിലടക്കം നമുക്ക് മനസ്സിലായ കാര്യമാണത്. 50 പേരെ വെച്ച് 500 വോട്ടാക്കാൻ ബി.ജെ.പിക്ക് അറിയാം. അതുപോലെ തന്നെ ജയിച്ച സ്ഥാനാർത്ഥികളെ ഫണ്ട് എറിഞ്ഞ് അവരുടെ കൂടത്തിൽ കൂട്ടാൻ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മോദി കഴിഞ്ഞാൽ യോഗി ഭരണത്തിൽ കയറും എന്നുള്ളത് പകലുപോലെ വ്യക്തമാണ്. കറക്റ്റായിട്ട് പറയാം, യോഗിയും മോദിയും തമ്മിലുള്ള ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ്. അതിന് കാരണം എന്താണ്? ബി.ജെ.പി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ലക്ഷ്യം തന്നെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥകളും അക്രമങ്ങളും നടക്കുന്നത് UP-യിലാണ്. ഇന്ന് മോദി SC, ST, OBC കാറ്റഗറികളെ ചേർത്ത് പിടിക്കുന്നത് നാളെ യോഗിയെ കൊണ്ട് തല്ലിക്കൊല്ലിക്കാനാണ്. ഇന്ന് രാജ്യത്തുടനീളം 18 മിനിറ്റിൽ ഒരു ദളിതൻ ആക്രമിക്കപ്പെടുമ്പോൾ അതിൽ 15 മിനിറ്റിൽ 25% UP-യിലാണ് നടക്കുന്നത്. മനസ്സിലാക്കുക, UP എന്നത് യോഗി ആദിത്യനാഥിന്റെ ഒരു പരീക്ഷണശാല മാത്രമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടല്ല. ഇതിന് പിന്നിൽ യോഗിയുടെയും മോദിയുടെയും കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. ഇന്ത്യയെ പൂർണ്ണമായും ജാതി വ്യവസ്ഥയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്.